ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വിഷുവിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് നേരെ പോയതൊരു ട്രിപ്പിനായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ കാസർഗോഡുള്ള മധുരാമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ അമ്പലത്തിനെ പറ്റിയോ ഇവിടുത്തെ സ്ഥലത്തെ പറ്റിയോ അത്ര വിശദമായിട്ടൊന്നും അറിയത്തില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഞാനൊന്ന് അന്വേഷിച്ചായിരുന്നു. കാസർഗോഡ് നിന്ന് 8 കിലോമീറ്റർ അകലെ മധുവാഹിനി നദിക്കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണെങ്കിലും പ്രാധാന്യം കൂടുതൽ ഗണപതിക്കാണ്. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് അപ്പനിവേദ്യം കേട്ടോ. എല്ലാവരും വിചാരിക്കും ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയ അറിവുകളാണ്. ഇതൊക്കെ എനിക്ക് അമ്മ പറഞ്ഞിട്ടുള്ള അറിവാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം അവിടുത്തെ ചുവരിൽ നിന്ന് ഉയർന്നു വന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നെ പലരും പലതും പറയും ഇവക്ക് എന്ത് പറ്റിയെന്ന്. എനിക്ക് കിട്ടിയ ഒരു അറിവ് ഞാൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെന്ന് മാത്രം. പിന്നെ നേരെ ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതിനുശേഷം അവിടെ നിന്ന് നേരെ നമ്മൾ വന്നത് അനന്തപുരം ലേക്ക് ടെമ്പിളിലാണ് കേട്ടോ. ഇവിടെ എപ്പോഴും മുതലൊക്കെ ഉള്ളത്. പിന്നെ കേരളത്തിലെ ഏക തടാക ക്ഷേത്രം എന്നറിയപ്പെടുന്നത് ഇവിടെയാണ് കേട്ടോ. നല്ലൊരു ഭംഗി കേട്ടോ ഇവിടെ കാണാനായിട്ട്. നല്ലൊരു അന്തരീക്ഷം, ശാന്തമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇതും കാസർഗോഡ് ജില്ലയിൽ തന്നെയാണുള്ളത് ഈ സ്ഥലം കേട്ടോ. അങ്ങനെ എല്ലാ അമ്പലങ്ങളും കഴിഞ്ഞ് നമ്മൾ നേരെ മൂകാംബികയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടുന്ന് റൂം എടുത്തപ്പോൾ അതേ നമ്മുടെ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെ കേട്ടോ. അവിടുത്തെ കൊടിമരങ്ങളൊക്കെ കാണാമായിരുന്നു. നേരെ തൊട്ടടുത്ത് റോഡും കുറേ സാധനങ്ങളൊക്കെ വെക്കുന്ന കുറേ ആൾക്കാരും. പിന്നെ ഞാൻ കണ്ടത് ഇവിടുത്തെ ഡാൻസ് കളിക്കുന്ന കുട്ടികളെയൊക്കെ കേട്ടോ. ഇതൊക്കെ നമുക്ക് തൊട്ടടുത്ത് നിന്ന് കാണാമായിരുന്നു. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം തന്നെ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇച്ച വെളിയിലും പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നേരത്തേക്കും കുളിച്ചെല്ലാം റെഡിയായി ഒരുങ്ങി നിന്ന് കേട്ടോ, പെട്ടെന്ന് പോകാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇച്ച വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇച്ച വണ്ടിയെല്ലാം നേരെയാക്കി ഇടാൻ വേണ്ടി പോയതായിരുന്നു. നമ്മൾ അവിടെ നിന്ന് നേരെ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയുള്ള പ്ലാനായിരുന്നു കേട്ടോ. അതിന് മുമ്പ് വിശക്കുന്നുണ്ടായിരുന്നു. തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി മസാല ദോശ. എനിക്ക് പൊതുവേ ഈ മസാല ദോശ ഐറ്റംസ് ഒന്നും ഇഷ്ടമില്ലാത്ത സാധനമാണ്. എന്നാലും ഞാൻ കഴിച്ചു കേട്ടോ. അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിലോട്ടാണ് പോയത് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ട് ഇതിലേ നടന്നു. പിന്നെ തിരക്കിനൊരു കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ആ നേരമായിട്ട് പോലും എന്ത് തിരക്കായിരുന്നു. ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുകയാണ് കാണാനായിട്ട്. നമ്മുടെ എന്തോ ഭാഗ്യത്തിന് നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റി കേട്ടോ. പിന്നെ അവിടുത്തെ ഓരോരോ കാഴ്ചകൾ കണ്ട് നമ്മളിങ്ങനെ നിന്ന് കേട്ടോ. ഇച്ചയോട് ചോദിച്ചു ഇതൊക്കെ എന്താ എങ്ങനെയാന്നൊക്കെ ചോദിച്ച് അതൊക്കെ മനസ്സിലാക്കി നമ്മൾ പിന്നെ അതിലേക്കൂടെ നടന്നു കേട്ടോ. നമ്മൾ എത്ര വട്ടം ഇവിടേക്ക് വന്നാലും ആദ്യമായിട്ട് വരുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. എല്ലാം ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടി ഒരു ആവേശമാണ്. അങ്ങനെ കുറച്ചു നേരം പുറത്ത് വന്ന് കുട്ടികളുടെ ഡാൻസ് ഒക്കെ കണ്ട് നമ്മൾ നേരെ ഒരു ലൈം കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാട്ടോ ഞാൻ മസാല ദോശ കഴിച്ച സ്ഥലം കേട്ടോ. ബീന റെസിഡൻസിയുടെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ അവിടെ നമ്മൾ താമസിച്ചത്. അങ്ങനെ രാവിലെ നമ്മൾ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും കേട്ടോ. കുറച്ച് വഴിപാടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു വിട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്ത് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ബൈ.